Network News is brought to you in association with Pavan Gold House, Old Bus Stand, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ്ഗാഹിൽ പങ്കെടുത്തത് നൂറുകണക്കായ വിശ്വാസികൾ. ചീമേനി ചെമ്പ്രകാനത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സജനയ്ക്കും മക്കൾക്കും ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നാടിന്റെ യാത്രാമൊഴി. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. കാസർഗോഡിന്റെ വികസന കാര്യത്തിൽ LDFും UDFും വട്ടപൂജ്യമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും അശ്വിനി. പെരുന്നാൾ ദിനത്തിൽ പഴയങ്ങാടിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. കുരുക്കിൽപ്പെട്ടത് ചൂട്ടാട് ബീച്ച്, മാട്ടൂൽ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശകർ. പോലീസിന്റെ അഭാവത്തിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തിയത് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കായ വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രാർത്ഥനയിലും ഖുർആൻ പാരായണത്തിലും മുഴുകി മനസ്സും ശരീരവും അള്ളാഹുവിലർപ്പിച്ച് അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പുണ്യറമദാനിലെ ദിനരാത്രങ്ങൾ പിന്നിട്ട് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ നിറവിലെത്തി. പ്രാർത്ഥനകളും വിരുന്നും സ്നേഹസംഗമങ്ങളും ഒക്കെയായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പരസ്പര സ്നേഹം പങ്കിടലിൻ്റെ ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിലും പള്ളികളിലും രാവിലെ ഈദ്ഗാഹുകൾ നടന്നു. പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കായ വിശ്വാസികളാണ് പങ്കെടുത്തത്. ഖത്തീബ് നൗഫൽ മേരുവമ്പായി ഈദ്ഗാഹിന് നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ചെറിയ പെരുന്നാൾ കൂടി നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവന് നോമ്പെടുത്തതിൻ്റെ സമ്മാനമായിട്ടാണ് അള്ളാഹു ഈ ദിവസത്തെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ദിവസത്തിൽ കുടുംബക്കാരോടും അയൽവാസികളോടും പട്ടിണിപ്പാവങ്ങളോടും നന്മ ചെയ്യുകയും അവർക്ക് വേണ്ട സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യലാണ് ഈ പെരുന്നാളിൻ്റെ സന്ദേശം.
നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി ചെമ്പ്രകാനത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സജനയ്ക്കും മക്കൾക്കും നാടിന്റെ യാത്രാമൊഴി. ചെമ്പ്രകാനത്തും സജനയുടെ ജന്മസ്ഥലമായ ഞണ്ടാടിയിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ചീമേനി ചെമ്പ്രകാനത്തെ സജനയെയും മക്കളായ ഗൗതം, തേജസ് എന്നിവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒന്നാം നിലയിലെ മുറിയിൽ നിലത്തുവിരിച്ച കിടക്കയിലായിരുന്നു മക്കളുടെ മൃതദേഹം. ടെറസിൻ്റെ ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സജനയുടെ മൃതദേഹം കണ്ടെത്തിയത്. മക്കളെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സജന തൂങ്ങി മരിച്ചതായാണ് നിഗമനം. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ ഗൗതമും തേജസ്സും പഠിക്കുന്ന ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിലും തുടർന്ന് ചെമ്പ്രകാനത്തിനും പൊതുദർശനത്തിന് വെച്ച ശേഷം സജനയുടെ ഞണ്ടാടിയിലെ ജന്മഗൃഹത്തിലും എത്തിച്ചു. പിന്നീട് ഞണ്ടാടി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. ഞണ്ടാടിയിലെ പാടിയിൽ നാരായണൻ, ജമുന ദമ്പതികളുടെ മകളാണ് സജന. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ചീമേനി ചെമ്പ്രകാനത്ത് സജിനിയെയും രണ്ട് മക്കളെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്, പൊതുദർശനത്തിനായി എത്തിച്ചത്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു. ഹൃദയവേദനയോടെയാണ് ഈ നാട് രണ്ട് മക്കൾക്കും ഈ സജിനിക്കും യാത്രാമൊഴിയേക്കുന്നത്. തീർച്ചയായും നാടിനായി ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വേദനയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ക്യാമറമാൻ സേതു നെടുമ്പയ്ക്കൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കാസർഗോഡിന്റെ വികസന കാര്യത്തിൽ LDFും UDFും വട്ടപൂജ്യമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും അശ്വിനി. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി പഴയങ്ങാടി കോഴി ബസാറിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ബുധനാഴ്ച രാവിലെ പാണപ്പുഴയിൽ നിന്നാരംഭിച്ച NDA പ്രചരണ ജാഥ ഉച്ചയോടെയാണ് മാടായിലെത്തിയത്. വെങ്ങര, മാടായി തെരു എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30 കോഴി ബസാറിലെത്തി. പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് NDA എന്ന് ML അശ്വിനി പറഞ്ഞു. വികസന രംഗത്ത് കാസർഗോഡ് എന്നും പിന്നിലാണ്. ഇതിന് കാരണം LDFും UDFുമാണ്. മികച്ച ആശുപത്രിയോ വിദ്യാഭ്യാസ സ്ഥാപനമോ തൊഴിൽ സംരംഭമോ ഒന്നും കാസർഗോഡിനില്ല. കുടിവെള്ളം പോലും കൃത്യമായി കിട്ടാത്ത മണ്ഡലമാണ് കാസർഗോഡെന്നും താൻ വിജയിച്ചു വന്നാൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും ML അശ്വിനി പറഞ്ഞു. മൊത്തത്തിൽ ഇപ്പോൾ കാസർഗോഡ് ഡെവലപ്മെൻറ്റ് ഒട്ടം പൂജ്യമാണ്. നമ്മളിപ്പോഴും നമ്മളെ കാസർഗോഡിൻ്റെ കുട്ടികൾ തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. എമർജൻസി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകയെ നമ്മൾ ആശ്രയിക്കുന്നുള്ളത്. കുടിവെള്ളത്തിൻ്റെ കാസർഗോഡ് ജില്ല പറഞ്ഞെങ്കിൽ ഒരു വാട്ടർ റിസോഴ്സ് പ്ലേസസ് ആണ്. പക്ഷേ നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമങ്ങളുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ്സിൽ ഒട്ടം പൂജ്യമാണെന്ന് പറയാൻ ഞാൻ ഇതാക്കുന്നു. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് വ്യത്യസ്ത ഭാഷ സംസാരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ വോട്ടഭ್ಯರ್ಥന. ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರರಿಗೆ, ಬಾಂಧವರಿಗೆ ನಿಮ್ಮೆಲ್ಲರ ಪ್ರೀತಿ ಆಶೀರ್ವಾದ ಸದಾ ನನ್ನ ಮೇಲೆ ಇರಲಿ ಅಂತ ಕೇಳಿಕೊಂಡು ನಿಮ್ಮ ಅತಿ ಅಮೂಲ್ಯವಾದ ಮತವನ್ನು ತಾವರ ಚಿಹ್ನೆಗೆ ಕೊಟ್ಟು ನನ್ನ ಜಯಗೊಳಿಸಬೇಕಾಗಿ ನಾನು ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ನಿಖಲ್ನ ಮಾತೆಲ್ಲ ಪ್ರೀತಿ ಆಶೀರ್ವಾದ ಎನ್ನ ಮೆತ್ತು ಸದಾ ಉಪ್ಪಡು ಪಂಡದಕ್ಕೆ ಏನೊಂದು ನಿಖಲ್ನ ಅತ್ಯಮೂಲ್ಯ ಇಂಚಿನ ಓಟ್ ತಾವರ ಚಿಹ್ನೆಗೆ ಕೊರದು ಎನ್ನು ಬಹುಮತ ಹಿಡಿದು ಗೆಲ್ಪಾದು ಕೊರಡು ಪಣ್ಣದು ಯಾ ನಿಕ್ಲಿಡಕ್ಕೆ ಏನೊಂದುಲ್ಲೆ. BJP കാസർഗോഡ് ജില്ലാ സെക്രട്ടറി N. മധു, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം വൈസ് ചെയർമാൻ AV സനിൽ, C. ഭാസ്കരൻ, CV സുമേഷ്, K. സജീവൻ, സുജിത്ത് വടക്കൻ, C. നാരായണൻ, TS ഉണ്ണി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറെ പ്രധാനമാണ് ചിഹ്നങ്ങൾ. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ ചിഹ്നങ്ങളുടെ ചരിത്രം അറിയാം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുടെ കഥ ബഹുരസമാണ്. ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ചിഹ്നം മാറാത്ത ഏക പാർട്ടി CPI മാത്രമാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ അവർ മത്സരിക്കുന്നത് അരിവാളും നെൽക്കതിരും അടയാളത്തിൽ. 1964 പിളർപ്പിനു ശേഷം CPM-ഉം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. BJP-യുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ ചിഹ്നം ദീപമായിരുന്നു. BJP രൂപവൽക്കരിച്ചതിനു ശേഷം നാളിതുവരെ താമര ചിഹ്നം മാറിയിട്ടില്ല. കോൺഗ്രസ് 3
തവണയായാണ് ചിഹ്നം മാറിയത്. നെഹ്റുവിന്റെ കാലത്ത് കലപ്പയേന്തിയ കാളയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താകട്ടെ പാർട്ടി പിളർന്നപ്പോൾ അവർക്ക് ലഭിച്ചത് പശുവും കിടാവുമാണ്. എതിർവിഭാഗത്തിനോ ചർക്ക തിരിക്കുന്ന സ്ത്രീയും. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരും കൈപ്പത്തി ചിഹ്നവും ലഭിച്ചു. ഏറ്റവും കൂടുതൽ പിളർന്നതും ചിഹ്നങ്ങൾ മാറ്റിയതും സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെയാണ്. 1948 ആൽമരമായിരുന്നു ആദ്യ ചിഹ്നം. പിന്നീട് ഇങ്ങോട്ട് ചക്രവും ചക്രത്തിനുള്ളിലെ കർഷകനുമൊക്കെയായി നിരവധി ചിഹ്നങ്ങളുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഉജ്ജ്വല സ്വീകരണം. രാമന്തളി കല്ലേറ്റും കടവിൽ നടന്ന സ്വീകരണ പരിപാടിക്ക് KPV രാഘവൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് രാമന്തളി കല്ലേറ്റും കടവിൽ ആവേശകരമായ സ്വീകരണം നൽകി. വാദ്യഘോഷങ്ങളും വെടിക്കെട്ടുകളും ദീപാലങ്കാരങ്ങളും സ്വീകരണ പരിപാടിക്ക് ഉത്സവാന്തരീക്ഷം പകർന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ പൊതുയോഗത്തിൽ KPV രാഘവൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, AV രഞ്ജിത്ത്, PP സിഥിൻ, OK ശശി, P സുഗുണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പിലാത്തറയിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചയോടെയാണ് സ്ഥാനാർത്ഥി പിലാത്തറയിലെത്തിയത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മധീരയായ സാരഥിയെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി പിലാത്തറയിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചയോടെയായിരുന്നു സ്ഥാനാർത്ഥി പിലാത്തറയിലെത്തിയത്. തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥി കടകളിലും മറ്റുമുള്ളവരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാവിലെ എടക്കോത്തു നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണ പരിപാടികളിൽ TS ശ്രീധരൻ ഉണ്ണി, പ്രഭാകരൻ മാങ്ങാട്ട്, ഗംഗാധരൻ കാളീശ്വരം, CV സുമേഷ്, C ഭാസ്കരൻ തുടങ്ങിയ മണ്ഡലം ജില്ലാ ഭാരവാഹികൾ സംബന്ധിച്ചു. നമ്മുടെ കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ 35-40 കൊല്ലമായിട്ട് ഓരോ ചേഞ്ചസും ഡെവലപ്മെന്റ് ഇല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ കാസർഗോഡ് മണ്ഡലം ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ 2014 നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ശേഷം വെറും ഒരു 10 കൊല്ലം കൊണ്ടു ഭാരതത്തിന് നല്ല ഒരു പുതിയ ഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 35 to 40 years ഭരിച്ച ഈ LDFും UDFും നമ്മുടെ കാസർഗോഡും കേരളം അതേ സ്ഥിതിയിലാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത്. നമുക്ക് മാറ്റങ്ങൾ വേണ്ടേ? നമുക്ക് പുതിയ നവകേരളം വേണ്ടേ? നമുക്ക് കാസർഗോഡ് പുതിയതായിട്ട് നല്ല കാസർഗോഡ് വേണ്ടേ? നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുന്നാൾ ദിനത്തിൽ പഴയങ്ങാടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ചൂട്ടാട് ബീച്ച്, മാട്ടൂൽ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് ഏറെ നേരം ഗതാഗത കുരുക്കിൽപ്പെട്ടത്. പോലീസിന്റെ അഭാവത്തിൽ നാട്ടുകാർ ഗതാഗതം നിയന്ത്രിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പഴയങ്ങാടിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. അവധി ആഘോഷിക്കാൻ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിലേക്കും മാട്ടൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സന്ദർശകരെത്തി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പഴയങ്ങാടിയിലെ റെയിൽവേ അടിപ്പാതയുടെ വീതി കുറവും ഗതാഗത കുരുക്കിന് കാരണമായി. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയായതിനാൽ പോലീസും സ്ഥലത്തെത്തിയില്ല. പഴയങ്ങാടി പാലത്തിന് സമീപം കേന്ദ്രസേനയും പോലീസും വാഹന പരിശോധനയിലായിരുന്നു. ജനങ്ങളുടെ ദുരിതം കണ്ട് ഒടുവിൽ നാട്ടുകാർ തന്നെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ രംഗത്തെത്തി. ഇതുവഴി വന്ന ആംബുലൻസിനെ ഉൾപ്പെടെ നാട്ടുകാർ ഗതാഗത കുരുക്ക് ഒഴിവാക്കിയാണ് കടത്തിവിട്ടത്. പഴയങ്ങാടി സംബന്ധിച്ചിടത്തോളം ട്രാഫിക് മേഖലയിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇവിടെ പോലീസിൻ്റെ അഭാവം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ട്രാഫിക്കിൻ്റെ അഭാവം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് സമയമായിട്ട് നാട്ടുകാർ തന്നെയാണ് ഈ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് വിഷുവും അതുപോലെ തന്നെ റംസാനും ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സമയത്ത് ടൂറിസ്റ്റ് പ്ലേസായിട്ടുള്ള മാട്ടൂർ പെറ്റ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ബീച്ച്, ചൂട്ടാട് ബീച്ച്, മാടായിപ്പാറ ഭാഗങ്ങളിലേക്ക് പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഗതാഗത കുരുക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇതുണ്ടാകേണ്ടതാണ്. അത് എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇത് നിയന്ത്രണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പെരുന്നാൾ എടുത്തതോടുകൂടി കുറേ ദിവസങ്ങളായി പഴയങ്ങാടിയിൽ വളരെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പെരുന്നാൾ ദിനത്തിൽ
മണിക്കൂറുകളോളം പഴയങ്ങാടി ഭാഗം ബ്ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ചൂട്ടാട് ബീച്ച്, പെറ്റ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരുപാട് സഞ്ചാരികൾ എത്തിയതോടുകൂടി പഴയങ്ങാടി പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസുകാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. പഴയങ്ങാടിയിൽ നിന്നും ക്യാമറമാൻ സുമേഷിനോടൊപ്പം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി നികേഷ് താവം. ചെറിയ പെരുന്നാൾ ദിനത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് പയ്യന്നൂർ ടൗൺ ജമാഅത്ത് കമ്മിറ്റി 100ഓളം പേർക്കാണ് ഈദ്ഗാഹിന് ശേഷം ഭക്ഷണം വിതരണം ചെയ്തത്. ചെറിയ പെരുന്നാളിൻ്റെ പുണ്യദിനത്തിൽ 100ഓളം അതിഥി തൊഴിലാളികൾക്കാണ് പയ്യന്നൂർ ടൗൺ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്തത്. പയ്യന്നൂരിനും പരിസര പ്രദേശങ്ങളിലുമുള്ള അതിഥി തൊഴിലാളികൾക്കാണ് ഭക്ഷണം നൽകിയത്. രാവിലെ പള്ളിയിൽ നടന്ന ഈദ്ഗാഹിന് ശേഷമാണ് ഭക്ഷണ വിതരണം. കഴിഞ്ഞ 5 വർഷത്തോളമായി ജമാഅത്ത് കമ്മിറ്റി ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ട്. ജമാഅത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റ് KPP തങ്ങൾ ഭക്ഷണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്ത് ഭാരവാഹികളായ SKP അബ്ദുൽ ഖാദർ, MTP ആഷിഖ്, KC മുസ്തഫ, TP സയ്യിദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രകൃതിയുടെ വരദാനമായി മാടായി പാറക്കുളം. മാടായി പാറയിലെ പാറക്കുളം കൊടും വേനലിൽ പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും ആശ്വാസമാവുകയാണ്. സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ. മാടായിപ്പാറയിലെ പാറക്കുളം ഈ കൊടുംവേനലിലും ജലസമൃദ്ധമാണ്. കൊടും ചൂടിൽ ആശ്വാസം തേടി പക്ഷികളും മറ്റ് ജീവജാലങ്ങളും പാറക്കുളത്തിൽ എത്തുന്നു. പാറക്കുളത്തിൽ നീന്തി തുടിക്കുന്നു. ഒരു കാലത്ത് സമീപവാസികൾ എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിച്ച കുളമായിരുന്നു ഇത്. കുളിക്കാനും അലക്കാനും മറ്റുമായി ഇവിടെ എത്തും. മഴക്കാലത്ത് കുട്ടികൾ നീന്തൽ പഠിച്ചിരുന്നതും ഇവിടെ വച്ചായിരുന്നു. മാടായി ഹൈസ്കൂളിലെ കുട്ടികൾ ചോറ്റുപാത്രവുമായി ഉച്ചയ്ക്ക് ഈ കുളത്തിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പതിവായിരുന്നു. ഇവിടെ നിന്ന് പാത്രം കഴുകിയായിരുന്നു മടക്കം. മുൻ വർഷങ്ങളിലൊക്കെ പല സ്ത്രീകളൊക്കെ കുളിക്കാറുണ്ട്. എല്ലാവരും ഈ ഭാഗങ്ങളിൽ ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാരൊക്കെ കുളിച്ച് ശുദ്ധീകരിച്ച് പോകാറുണ്ട്. അതിന് ശേഷം ഇവിടെ ഈ സ്കൂളിൽ കുട്ടികൾ ഉച്ച ശേഷം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ പാത്രങ്ങളൊക്കെ പിടിക്കാനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് ഈ കുളം ശ്രദ്ധിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ നല്ല ശുദ്ധജലമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല ചുറ്റുവട്ടം പഞ്ചായത്ത് മുഖേന ഫണ്ടുണ്ടെങ്കിൽ അതെല്ലാം കെട്ടി നല്ല നിർത്തിച്ച് നല്ല ഒരു ശുദ്ധജലമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ വിട്ടു പോകുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഈ ഭാഗം വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ചുറ്റുവട്ടം എല്ലാ കിണറുകളിലും വെള്ളം പറ്റാതെ നല്ല ശുദ്ധീകരിച്ചിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നാൽ പാറക്കുളം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഇത് സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. സസ്യ ജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. മാടായിപ്പാറയിലെ ഇത്തരം ചെറുകുളങ്ങളാണ് ഇവിടെയെത്തുന്ന പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ജീവജലം നൽകുന്നത്. ഇത്തരം കുളങ്ങൾ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഏറെ ആശ്വാസമാണ് ഇത്തരം കുളങ്ങൾ. മാടായിപ്പാറയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി നികേഷ് താവം. CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നവീകരിച്ച കെട്ടിടോദ്ഘാടനവും ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലിയും പടന്നപ്പുറത്ത് നടന്നു. CPIM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീസ്ത, കുളപ്പുറം എന്നിവിടങ്ങളിൽ നിന്നാണ് പടന്നപ്പുറത്തേക്ക് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നത്. CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നവീകരിച്ചതിന്റെ കെട്ടിടോദ്ഘാടനം CPIM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് നിർവഹിച്ചു. ചെറുതാഴത്തെ പാർട്ടിക്ക് വളരെ സുദീർഘമായ അഭിമാനകരമായ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രമുണ്ട്. ഇന്ന് കേരളത്തിൽ CPIMന് ഏറ്റവും സുശക്തമായ സുസജ്ജമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ് ചെറുതാഴത്തെ CPIM. കേരളത്തിൽ CPIMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ആകെയുള്ള വോട്ടർമാരിൽ
ഏതാണ്ട് 70% വോട്ടർമാരുടെ പിന്തുണയുള്ള ഏറ്റവും വിപുലമായ ജനകീയ സ്വാധീനമുള്ള പാർട്ടിയായി ചെറുതാഴത്ത് CPIM മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എം ശ്രീധരൻ അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ, ഏരിയ സെക്രട്ടറി വി വിനോദ്, CM വേണുഗോപാലൻ, MV ശകുന്തള, CP ഷിജു, A മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വേണമെങ്കിൽ മുന്തിരിത്തോട്ടം ചെറുതാഴത്തും ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പിലാത്തറയിലെ വലിയ വീട്ടിൽ ആന്റണിയും ഭാര്യ ആനി ആന്റണിയും. എറണാകുളം സ്വദേശികളായ ഇവർ താമസിക്കുന്ന വീട്ടിലാണ് മുന്തിരി കൃഷി ചെയ്തത്. വീട്ടിലൊരു മുന്തിരിത്തോട്ടം ഒരുക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് വീടിന്റെ ടെറസിനു മുകളിൽ മുന്തിരിവള്ളികൾ ആന്റണിയും ഭാര്യ ആനി ആന്റണിയും ചേർന്ന് പടർത്തിയത്. കൃത്യമായ വളപ്രയോഗവും ഐസ് വാട്ടർ ട്രീറ്റ്മെന്റും കൂടി ആയപ്പോൾ മുന്തിരി വിളഞ്ഞ് പഴുത്ത് പാകമായി. മുന്തിരിവള്ളിക്ക് ജൈവവളങ്ങൾ ധാരാളമായി നൽകുന്നതോടൊപ്പം ഇറച്ചി കഴുകിയ വെള്ളവും നേർപ്പിച്ച ഗോമൂത്രവും ആഴ്ചയിൽ 2-3 തവണ ഐസ് വെള്ളം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് ആന്റണി പറയുന്നു. ആദ്യം അതിന് ഞങ്ങൾ അടിവളമായിട്ട് കുറച്ച് എല്ലുപൊടി, പിന്നെ ഇത് ചാണകപ്പൊടി, പിന്നെ കടലപ്പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, ഇങ്ങനെ ഇതെല്ലാം അടിവളം വിട്ട് ഞങ്ങളിത് വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ഞങ്ങൾ അടിവളം വിട്ടിട്ട് ഇതിങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പറ്റി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിതിന് നല്ല വളം ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വളം ഇട്ട് കൊടുത്ത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ മുകളിലോട്ട് ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു പന്തലാക്കിയിട്ട് ഞങ്ങളവിടെ ഇത് ഒരു പന്തലാക്കി ഞങ്ങളവിടെ ഇങ്ങനെ ചെയ്യുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു 8 കിലോളം മുന്തിരി ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടി. അന്തരീക്ഷത്തിൽ ചൂട് കൂടിയപ്പോൾ മുന്തിരിക്ക് കായ്ക്കാനും മധുരം തരാനുമുള്ള കാലാവസ്ഥ കൃത്രിമമായി തന്നെ ആന്റണി സൃഷ്ടിച്ചു. നിലവിൽ 10 സെന്റ് സ്ഥലത്തുള്ള വീടായതിനാൽ കൃഷി ചെയ്യുന്നതിനുള്ള പരിമിതികൾ ആന്റണിക്കും കുടുംബത്തിനുമുണ്ട്. എന്നാൽ കൂടുതൽ സ്ഥലമെടുത്ത് കൃഷി വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം. നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെ നെഞ്ചോട് ചേർക്കാനുള്ള മനസ്സ് ഇവർക്ക് ധാരാളമായി ഉള്ളതിനാൽ വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്യുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ICC തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. രാവിലെ 7 മണിക്ക് നടന്ന ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ പങ്കെടുത്തു. ICC തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നല്ല ജനപങ്കാളിത്തമുണ്ടായി. രാവിലെ 7 മണിക്ക് നടന്ന ഈദ്ഗാഹിന് മസ്ജിദ് തഖ്വ ഖതീബ് നവാസ് അസ്ഹരി നേതൃത്വം നൽകി. ലോക സംഭവങ്ങളെ മുഴുവൻ ഖുർആനുമായി തട്ടിച്ചു നോക്കി വിലയിരുത്തി മുന്നോട്ടു പോകുമ്പോൾ മാത്രമാണ് പ്രവാചകൻ വരച്ചുകാട്ടിയ മനുഷ്യകുലത്തിന് ആവശ്യമായ വിഭാഗമായി മുസ്ലിം സമുദായത്തിന് മാറാൻ കഴിയുക എന്ന് അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية. വിഷുവിനെ വരവേൽക്കാൻ കുടുംബശ്രീ വിപണന മേളകൾ സജീവമായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണന മേളയ്ക്ക് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. വിഷുവിനെ വരവേൽക്കാൻ കുടുംബശ്രീ വിപണന മേളകൾ സജീവമായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണന മേള പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ തുടക്കമായി. കുടുംബശ്രീയുടെ ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. വിഷുക്കണി ഒരുക്കാൻ മൺകലം, കണിവെള്ളരി, വസ്ത്രങ്ങൾ, വിവിധ തരം ബേക്കറി ഉൽപ്പന്നങ്ങൾ, കൈപ്പാടരി, പച്ചക്കറി എന്നിവ മേളയിൽ ലഭ്യമാണ്. പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ കൈലുകൾ, പിന്നെ മറ്റ് പ്രൊഡക്ട്സുകളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്പൂർണ്ണൻ്റെ കുടുംബശ്രീയുടെ ന്യൂട്രി മിക്സ് പറഞ്ഞിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടി പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടികളും അങ്ങനെ എല്ലാം ഇവിടെ.
ഇന്നു മുതൽ 3 ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മേളയിൽ നാനാദിക്കിൽ നിന്നും എത്തിച്ചേരുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കളിയാട്ടത്തിൽ ഒറ്റക്കോലം കെട്ടിയ അമൽചന്ദിന് പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചു. കരുവാച്ചേരിയിലെ കുഞ്ഞിമംഗലം മനയിലെ തമ്പുരാൻ പട്ടും വളയും നൽകി. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കളിയാട്ടത്തിൽ ഒറ്റക്കോലം കെട്ടിയാടിയ കാരയിലെ അമൽചന്ദിനെയാണ് പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചത്. രാവിലെ കരുവാച്ചേരി കുഞ്ഞിമംഗലം മനയിൽ നടന്ന ചടങ്ങിൽ തമ്പുരാൻ അമൽചന്ദിന് പട്ടും വളയും നൽകി പണിക്കർ സ്ഥാനവും ഉപചാരപൂർവ്വം നൽകി. തുടർന്ന് തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആചാരസ്ഥാനികർ പണിക്കർ പേര് ചൊല്ലി അനുഗ്രഹിച്ചു. തുടർന്ന് ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ചനയിച്ചു. തുടർന്ന് പണിക്കരെ ആചാരസ്ഥാനികർ അരിയിട്ട് അനുഗ്രഹിച്ച് സ്വീകരിച്ചു. 12ാം വയസ്സിൽ കാര മുണ്ടിയക്കാലിൽ വിഷ്ണുമൂർത്തി തെയ്യം കിട്ടിയാണ് അമൽചന്ദ് തെയ്യം കലാരംഗത്തേക്ക് എത്തിയത്. പയ്യന്നൂർ കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ പ്രസ് ഫോറം ഇഫ്താർ സംഗമം ഒരുക്കി. ജീവകാരുണ്യ പ്രവർത്തകൻ ഹരിത രമേശൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ പ്രസ് ഫോറം ഇഫ്താർ സംഗമം ഒരുക്കി. ജീവകാരുണ്യ പ്രവർത്തകൻ ഹരിത രമേശൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് നമ്മുടെ മാത്തിലേത്തെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഗമം നടത്താൻ ഇതിൻ്റെ സംഘാടകർ എടുത്തു തന്നെ ഒരു നല്ല മറുപടിയാണ്. മാത്തിൽ മുസ്ലിം ജമാഅത്ത് മസ്ജിദ് ഖത്തീബ് എം മുബഷീർ ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് KV പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നുമ്മൽ രാജൻ, മാത്തിൽ സർവീസ് ബാങ്ക് സെക്രട്ടറി T തമ്പാൻ, വ്യാപാരി വ്യവസായി മാത്തിൽ യൂണിറ്റ് സെക്രട്ടറി A അനിൽകുമാർ, പ്രസ് ഫോറം സെക്രട്ടറി സേതു നിടുമ്പ, പയ്യന്നൂർ സഹകരണ ആശുപത്രി സെക്രട്ടറി KV സന്തോഷ്, മുതിർന്ന വ്യാപാരി PK രാഘവൻ നമ്പ്യാർ, പ്രസ് ഫോറം ഭാരവാഹികളായ പെരിങ്ങോം ഹാരിസ്, പ്രസാദ് കാങ്കോൽ, നിശാന്ത് പരിയാരം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇഫ്താർ വിരുന്ന് അക്ഷരാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 11 സമാപിക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിൽ രുക്മിണി സ്വയംവര യാത്ര, ഉണ്ണിയൂട്ട്, കൃഷ്ണാവതാരം, അമ്പാടി, ആനന്ദനൃത്തം തുടങ്ങിയ ചടങ്ങുകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും നടന്നു വരുന്നുണ്ട്. എല്ലാ സാധന സാമഗ്രികളുമായിട്ട് ചോറും കറികളൊക്കെ ആയിട്ട് ആ ബ്രാഹ്മണ ഭക്തിമാര് നേരെ കൃഷ്ണന്റെ രാമന്റെ അടുത്തേക്ക് ഓടി പോവാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അമ്പലത്തെ തടഞ്ഞു നിർത്തി, എവിടെ കാണാം, എന്റെ കാര്യങ്ങൾ നോക്കാതെ നീ എവിടെ കാണാം പോകണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ ബ്രാഹ്മണ ഭക്തി തന്റെ മനസ്സിനെ ഈശ്വരൻ ഏൽപ്പിച്ചെന്നും വലിച്ചു വീഴും എന്നാണ് ഒരു കഥ. സപ്താഹ സമാപന ദിവസം ഗാനമേളയും പ്രതിഷ്ഠാ ദിനത്തിൽ ട്രിപ്പിൾ തായമ്പകയും ഏപ്രിൽ 12 ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ്ഗാഹിൽ പങ്കെടുത്തത് നൂറുകണക്കായ വിശ്വാസികൾ. ചീമേനി ചെമ്പ്രകാനത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സജനയ്ക്കും മക്കൾക്കും ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നാടിന്റെ യാത്രാമൊഴി. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. കാസർഗോഡിന്റെ വികസന കാര്യത്തിൽ LDFും UDFും വട്ടപൂജ്യമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും അശ്വിനി. പെരുന്നാൾ ദിനത്തിൽ പഴയങ്ങാടിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. കുരുക്കിൽപ്പെട്ടത് ചൂട്ടാട് ബീച്ച്, മാട്ടൂൽ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശകർ. പോലീസിന്റെ അഭാവത്തിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തിയത് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.